ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു വലിയ മലമുകളിലേക്ക് പോയാലോ? വരൂ, അല്പസമയം പോവാം. ഇവിടുത്തെ ചെടികളും അതിലുണ്ടാവുന്ന പൂക്കളുമൊക്കെ ഒരു വെറൈറ്റി തന്നെയാണ്. കുറ്റിച്ചെടികളും കട്ടിയാർന്ന താഴ്വേരുകളുമാണ് ഈ ചെടികൾക്ക് ഉള്ളത്. ഇവിടെ എത്തിപ്പെടാൻ വളരെ സാഹസികമായ യാത്ര തന്നെയായിരുന്നു. പല സ്ഥലങ്ങളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊരു വല്ലാത്ത വൈബ് തന്നെയായിരുന്നു. പ്രകൃതിയോട് ഇണങ്ങിക്കിടക്കുന്ന വർണ്ണ വിസ്മയമാർന്ന ആ ഒരു താഴ്വാരങ്ങൾ നമുക്കൊന്ന് കാണാം. പൂർണ്ണമായും ശാന്തം എന്ന് പറയാൻ സാധിക്കില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് ശക്തമായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. മുമ്പെപ്പോഴോ സ്വപ്നങ്ങളിൽ വന്നുപോയ സ്ഥലം എന്ന് തോന്നും. മുകളിലേക്ക് കയറുന്നതിനനുസരിച്ച് കാറ്റിൻ്റെ ശക്തി കൂടുകയാണ്. എൻ്റെ കൂടെ വന്ന ഒരാൾ പോകുന്നത് നമുക്ക് കാണാം. രാവിലെ ആയതുകൊണ്ട് വെയിലിൻ്റെ ചൂട് അത്ര ഇല്ലായിരുന്നു. നിങ്ങളാ കാണുന്ന സമൂസ പോലിരിക്കുന്ന ഭാഗം ആ മലയുടെ മുകളിലാണ് നമുക്ക് കയറേണ്ടത്. അവിടെ കയറാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും സാഹസികമായി വന്നത്. എന്തായാലും കയറാൻ പോവുകയാണ്. ദാ ഈ കാണുന്ന ഭാഗത്താണ് പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാൽ പൊന്മുടിയുടെ ടവർ ലൊക്കേഷനും കോട്ടേഴ്സുകളും ഒക്കെ കാണാം. എന്നാൽ ഒറ്റ നോട്ടത്തിൽ ഫൈബർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് പോലത്തെ പൂക്കളാണ് ഇവിടെ ഉള്ളത്. വളരെ മനോഹരമായ ഈ ഒരു ചെടി നമ്മുടെ നാട്ടിൻ പ്രദേശത്തും കാണാൻ സാധിക്കില്ല. ഇത് ഇവിടെ മാത്രം പൂക്കുന്ന ഒരുതരം സസ്യമാണ്. ഇതാണ് മൊട്ടമലയിലെ ഈന്തപ്പന. വലിയ ഉയരമില്ലാത്ത പനകളാണ്. ഇതിൽ നിറയെ കാ പിടിച്ച് കിടപ്പുണ്ട്. അത്യാവശ്യം മധുരവും മണവുമൊക്കെ ഉള്ള ഈന്തപ്പനയാണിത്. ഇതിൽ നിന്നും കുറച്ച് കാ ഞാനും പറിച്ചു തിന്നു നോക്കുകയും ചെയ്തു. എന്നാൽ വേറൊരു പ്രത്യേകത, ഇത് ഈ വനത്തിൽ മാത്രമേ ഉള്ളൂ. ഈ മലയുടെ മുകളിൽ മാത്രമാണ് ഈ ഒരു പന കാണുന്നത്. ഇവിടെ മിക്ക ഭാഗത്തും ഇത്തരത്തിൽ പനകളുണ്ട്. മലയുടെ ഇടയ്ക്കിടയ്ക്ക് ഉള്ള താഴ്വാരങ്ങളിൽ ഇത്തരത്തിൽ ചെറിയ പനകൾ ഉണ്ട്. ഈ മലയുടെ മുകളിൽ വരയാട് ധാരാളം ഉള്ളതുകൊണ്ട് വരയാട് മൊട്ട എന്ന് മറ്റൊരു പേരും കൂടി ഉണ്ട്. മലയിൽ ആദ്യം കയറാൻ എനിക്ക് നല്ല ഭയമുണ്ടായിരുന്നു, എങ്കിലും ഞാൻ കയറി. കല്ലുകൾ അടുക്കി വെച്ചതുപോലെയാണ് ആ ഒരു പ്രകൃതിയുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ചവിട്ടിയാൽ തെന്നിപ്പോകും വിധത്തിലാണ് ഇരിക്കുന്നതെങ്കിലും പറഞ്ഞു വരാൻ ഒരുപാട് പ്രയാസമാണ്. അത്രയും ശക്തമായാണ് ആ കല്ലുകൾ ഇരിക്കുന്നത്. വിശ്വസിച്ച് നമുക്ക് കയറിപ്പോകാം. കയറിപ്പൊക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് താഴേക്ക് നോക്കി. ആകെ വിഭ്രാന്തിയാണ്. നോക്കൂ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ താഴേക്ക് നോക്കുമ്പോൾ മുന്നേ പോകുന്നവർ പറയും, നീ അങ്ങനെ നോക്കാതെ മുകളിലേക്ക് നോക്കിപ്പോ എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ആദ്യമായിട്ടല്ലേ ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ബാക്കി വീഡിയോയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.